പിന്നെ ഒരു പറഞ്ഞ ഒരു കടല് പോലെ ഒഴുകിപ്പോകുന്ന ഒരു ലെവല് കണ്ട സിനിമയല്ലേ ലോക, അല്ലേ? ഒരു കടല് പോലെ ഒഴുകിയല്ലേ സിനിമ. അങ്ങനെയല്ലേ ഇതിനെ പറയേണ്ടതുള്ളൂ. കാരണം ഇതുവരെ എത്ര മലയാള ഇൻഡസ്ട്രിയിൽ സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ട് 80-90 വർഷമായി. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു പടം, ഒരു സാധാ ഒരു ലേഡി കുട്ടിയെ വെച്ചിട്ട്, അങ്ങനെ തന്നെ എന്നെ പറയേണ്ടി വരും, ഒരു വലിയ ലേഡി ഒരു കുട്ടി ലേഡിയും വെച്ചിട്ട് ഇതുവരെയുള്ള ഈ 90 വർഷത്തെ ചരിത്രം കംപ്ലീറ്റ് തിരുത്തി ദൂരെ അറിഞ്ഞില്ലേ? അതൊരു വമ്പം പരിപാടിയല്ലേ. അപ്പോൾ അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മലയാള സിനിമയുടെ മുന്നോട്ട് പോക്കിൻ്റെ ചരിത്രം ഇങ്ങനെയാണെങ്കിൽ അതിനെയെല്ലാം വളരെ സിമ്പിളായിട്ട് ഒന്നും പ്രൂഫ് ചെയ്യാത്തൊരു കുട്ടിക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെങ്കിൽ, അതൊരു പെൺകുട്ടിക്ക് 30 വയസ്സായിട്ടേ ഉള്ളൂ, കൊണ്ടുപോകാമെങ്കിൽ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് എല്ലായിടത്തും ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലായിടത്തും പറയുകയാണ്, നിങ്ങളുടെ കുട്ടികളെയൊക്കെ നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന സ്കൂളുകളുടെ ആയാലും പാരൻസിൻ്റെ ആയാലും എല്ലാവരുടെയും കാഴ്ചപ്പാടെന്താണ്? കുട്ടികളുടെ കഴിവിനെ ഡെവലപ്പ് ചെയ്യുകയല്ല. ഇപ്പോൾ ഒരു സയൻസ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ സയൻസിനെ ഡെവലപ്പ് ചെയ്യുകയല്ല ചെയ്യണേ. ആ കുട്ടി ഓൾ ഓഫ് ലെവലിൽ മാർക്ക് എത്ര വാങ്ങിയെന്നാണ് നോക്കണം. മാർക്കാണ് വാല്യൂ ആയിട്ട് കാണിക്കണം. ഒന്ന്, ആ കുട്ടിക്ക് ഒരു സയൻസ് ഹെവി ലെവലിൽ നിൽക്കുന്ന കുട്ടിക്ക് ഹിസ്റ്ററിയിൽ വളരെ ബാക്കായിരിക്കും. ഇനി ഇല്ലെങ്കിൽ അവൾ ഹിസ്റ്ററി 100-100 വാങ്ങിച്ചാൽ ചുമ്മാ പഠിച്ച് വാങ്ങണതായിരിക്കും. ഐക്യു ഉള്ളതുകൊണ്ട് മാത്രം വാങ്ങണത്, ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഒപ്പം തന്നെ ഇത് എക്സാമ്പിൾ ഞാൻ സയൻസിനെ കുറിച്ച് പറഞ്ഞാണ്. ഒരേ ബെഞ്ചിൽ നാളെ ഒരു സിനിമാ നടിയാവേണ്ട കുട്ടിയെ പഠനത്തിൻ്റെ, അതായത് പഠിക്കുന്ന കുട്ടി തന്നെ ആയിരിക്കും, പക്ഷെ അവളുടെ ആഗ്രഹം ഫിലിം ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം സിനിമാ നടനാകുകയായിരിക്കും. അത് പഠനത്തിനും ഒപ്പം ജോലിക്കൊപ്പം നാളെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട ഒരു കുട്ടി അതിനെല്ലാം നിർത്തിയിട്ട് വെറും ജോലിക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മുടേത്. നാളെ ഒരു സ്പോർട്സ് താരമാകേണ്ട, അല്ലെങ്കിൽ നാളെ നമ്മുടെ രാജ്യം ഭരിക്കേണ്ട, നമ്മുടെ ഒരു മന്ത്രിയാകേണ്ട, അല്ലെങ്കിൽ നല്ലൊരു ജേർണലിസ്റ്റ് ആകേണ്ട, അല്ലെങ്കിൽ ഒരു നല്ലൊരു എഞ്ചിനീയർ ആകേണ്ട, നല്ലൊരു ഡോക്ടർ ആകേണ്ട. ഡോക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജോലി ചെയ്യണവരെ ഒന്നും ഞാൻ ഡോക്ടറായിട്ട് കണക്കാക്കൂല കേട്ടോ. ശമ്പളത്തിന് ജോലി ചെയ്യണവരൊന്നും ഡോക്ടേഴ്സൊന്നും അല്ല. അത് അവൻ ജോലിക്ക് വേണ്ടി പഠിച്ചവനാണ്, ആ ജോലിക്ക് വേണ്ടി പഠിച്ചവളാണ്, വിഡ്ഢിക്കഴുതകളാണ്. ഒരു ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡോക്ടർ മെഡിസിൻ്റെ റിസർച്ചിൻ്റെ ഒരു കേന്ദ്രമായിരിക്കണം.